ശേഷം അദ്ദേഹം സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാൻ തയ്യാറായിട്ടില്ല. ഏകപക്ഷീയമായിട്ട് ഇന്നലെ രജിസ്ട്രാറോട് ഉത്തരവിറക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇന്നലെ ഇപ്പോൾ സൈറ്റിൽ ആ ലിസ്റ്റ് വന്നിട്ടുള്ളത്. എന്ന് മാത്രമല്ല, നമ്മൾ ഇവിടുന്ന് കൊടുത്ത ലിസ്റ്റുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അതിൽ തന്റെ താല്പര്യമുള്ള ആളുകളെ ഗവർണറുടെ കൂടി ഓഫീസിന്റെ താല്പര്യവും വിസിയും ഇടപെട്ടുകൊണ്ട് അവർക്ക് താല്പര്യമുള്ള ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ലിസ്റ്റിന്റെ വിശദാംശങ്ങളെ കുറിച്ച് മറ്റ് അധ്യാപക സംഘടനകളിലൊക്കെ ബന്ധപ്പെട്ട ആളുകളാണ് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടത്. ഏതായാലും ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ വിസിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റിലുണ്ട്. സിൻഡിക്കേറ്റ് കൊടുത്ത ലിസ്റ്റ് പൂർണ്ണമായും ഏതാണ്ട് പൂർണ്ണമായിട്ട്, ഞാൻ മുഴുവനും കൃത്യമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഏതാണ്ട് പൂർണ്ണമായിട്ട്, അതായത് ഇപ്പോൾ ചില പഠന വകുപ്പുകളിലെല്ലാം മറ്റാളുകളെ എടുക്കാനില്ലാത്തത് കൊണ്ട് ബയോടെക്നോളജി ഒക്കെ പോലുള്ള ചില വകുപ്പുകളിൽ നമ്മൾ പറഞ്ഞ ലിസ്റ്റിലുള്ളവരുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ മഹാഭൂരിപക്ഷം ആളുകളെയും മാറ്റിമറിക്കുന്ന ഒരു നിലപാടാണ്. പൊതുവിൽ നമുക്കറിയാം, സംഘപരിവാറിന്റെ താല്പര്യമുള്ള ആളുകളെയാണ് ഇവിടെ ഡീൻമാരായിട്ട് കണ്ണൂർ സർവകലാശാലയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള 10 വർഷത്തിലേറെ സർവീസുള്ള പ്രൊഫസർമാരായിട്ടുള്ള ആളുകൾ ഉള്ളപ്പോഴും അവരെ ഡീൻ വസ്തികയിലേക്ക് പരിഗണിക്കാതെ പുറമേ നിന്നുള്ള ആളുകളെ, സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള ആളുകളെ കൊണ്ടുവരിക എന്നുള്ള നിലപാടാണ് വിസി നേരത്തെ എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ എല്ലാം ഭാഗമായിട്ടുള്ള ഇത് വന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് നമുക്ക് പരിശോധിച്ചാൽ മാത്രമേ അത്തരം കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ. ഏതായാലും ഇത് വളരെ ഒരു അട്ടിമറി അക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ഈ സിൻഡിക്കേറ്റ് യോഗം ഉൾപ്പെടെ വിളിച്ചു ചേർക്കാൻ വേണ്ടി വിസി തയ്യാറാവുന്നില്ല എന്ന് പറയുന്നതും വളരെ ഗുരുതരമായിട്ടുള്ളൊരു പരാതിയാണ്. തീർച്ചയായിട്ടും. ഇപ്പോ നേരത്തെ മറ്റു ചില വിഷയങ്ങൾ കൂടിയുണ്ട്. അവിടുത്തെ കായിക വകുപ്പിന്റെ മേധാവിയായി വന്നയാളെ അവിടുത്തെ നമ്മുടെ ടീച്ചർ ട്രെയിനിങ് സെന്ററിന്റെ ചുമതല അടക്കം കൊടുത്തതിൽ അതിലെല്ലാമുള്ള ഞങ്ങളുടെ കടുത്ത പ്രതിഷേധം അറിയിച്ചതിന് ശേഷവും അദ്ദേഹം യോഗം വിളിച്ചു ചേർക്കാൻ തയ്യാറായിട്ടില്ല.